ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. മഴക്കാലത്ത് വീട് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കണം. അപ്പോൾ വൈകുന്നേരം ഞാൻ ചെയ്യുന്ന എൻ്റെ ഈ മഴക്കാല റൊട്ടീനാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മഴക്കാലം വന്നതോടുകൂടി കുറച്ചധികം പണികൾ കൂടിയിട്ടുണ്ട്. അതായത് മുറ്റത്തൊക്കെ ഫുള്ള് കാടും പൂപ്പലൊക്കെ പിടിച്ചിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ക്ലീൻ ചെയ്യാൻ നിൽക്കാറ്. ഒന്നിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ ഭയങ്കര മടുപ്പായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പൂപ്പൽ ഈ ഒരു ബ്രഷ് കൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. ഒരു ടൈമറൊക്കെ വെച്ച് ഒരു 10 മിനിറ്റാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ്. ഡെയിലി മുറ്റടിക്കുന്ന സമയത്താണ് ഞാൻ വൃത്തിയാക്കാൻ നിൽക്കാറ്. എല്ലാ വീട്ടിലും ഇങ്ങനെ പൂപ്പൽ വരണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീട് വൃത്തിയായി ഇരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ക്ലീനിങ് ആണ് മുറ്റടിക്കലും ഈ ഒരു വൃത്തിയാക്കലും ഒക്കെ. വീട് മാത്രമല്ല ചുറ്റുവട്ടം ക്ലീൻ ആയിട്ട് ഇരിക്കണം. ഈ ഒരു മഴക്കാലത്ത് അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കൊതുകും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു പണി കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സമാധാനമാണ്. മൊത്തം ക്ലീൻ ചെയ്ത് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മഴ ആസ്വദിക്കാനടക്കം പറ്റും കേട്ടോ. അല്ലെങ്കിൽ എന്തോ ഒരു വൃത്തികേടായിരിക്കും മുറ്റം കാണുമ്പോൾ. ഇനി അടുത്ത പണി വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി ഇടലാണ്. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് റൂം മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ചിടണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു റൂമിൽ നിന്നാണ് ക്ലീനിങ് തുടങ്ങാറുള്ളൂ. എന്നിട്ടാണ് താഴോട്ട് പോവുക കേട്ടോ. അതെനിക്കൊരു ശീലമായത് കൊണ്ടാണ്. റൂം ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിക്ക് വിരിച്ചിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തത് കേട്ടോ. എത്ര സമയമില്ലെങ്കിലും എത്ര ടയേർഡായാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടും. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ റൂം ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മൾ റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തിടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മൊത്തം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ. ഈ ഒരു സമയത്ത് തന്നെയാണ് തുണി മടക്കുകയും പിന്നെ അയൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തും വെക്കാറ് കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധികം തുണി ഇങ്ങനെ കൂട്ടിയിട്ടാൽ വലിയ പണിയായിരിക്കും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. പിന്നെ വീടും വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന വീട് കാണാനായിരിക്കും എപ്പോഴും ഭംഗി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേ ദിവസം തന്നെ ചെയ്ത് തീർത്തിടാൻ നോക്കാറുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ അധികം തുണികളൊന്നും ഇല്ല. അത്യാവശ്യം തുണികൾ മാത്രമേ ഉള്ളൂ മടക്കാൻ വേണ്ടി. അത് മടക്കിയിട്ട് ഈ ഒരു സമയം തന്നെ അലമാരയിൽ എടുത്തു വെക്കും. കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തണുപ്പ് പിടിക്കും കേട്ടോ. അങ്ങനെ തണുപ്പ് പിടിക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ചൂടോടെ തന്നെ മടക്കി അലമാരയിൽ എടുത്തു വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം അലമാരിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നല്ല വൃത്തിക്കാണ് കേട്ടോ ഇപ്പോൾ തുണിയൊക്കെ കിടക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചാണ് എടുക്കാറുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെയാണ് അലമാരിൻ്റെ വൃത്തിയൊക്കെ. ഒരു തുണി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുത്താൽ മറ്റേ തുണി വീഴാതെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്, എവിടെയെങ്കിലും വൃത്തികേടായിട്ട് കിടന്നാൽ ആ സമയം തന്നെ അത് ക്ലീനാക്കി ഇടാൻ നോക്കാറുണ്ട് കേട്ടോ. നമ്മളിൽ എല്ലാ പണിയും ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നുക. എന്ത് കാര്യവും ആ ഒരു സമയം തന്നെ അങ്ങ് ചെയ്ത് തീർത്താൽ അത്ര മടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ താഴെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ വാതിക്കൽ വരാന്ത നമ്മൾ എപ്പോഴും അടിച്ചു വാരി തുടച്ചിടാറുണ്ട്, വിളക്കൊക്കെ വെക്കുന്നത് കൊണ്ടും. പിന്നെ ഒരു വീട്ടിൽ കയറി വരുമ്പോൾ ആദ്യം കാണുന്നൊരു ഭാഗമാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ കിച്ചണും നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ആക്കി ഇടാറുണ്ട്. ക്ലീൻ ആക്കുക മീൻസ് അടിച്ചു വാരി തുടച്ചിടാറുണ്ട് എന്നാണ് കേട്ടോ. അല്ലാതെ എല്ലാ റൂമും എല്ലാ ദിവസവും അടിച്ചു വാരി തുടച്ചിടാറൊന്നുമില്ല. അതൊക്കെ നമ്മൾ സമയമുള്ളപ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. വീടെപ്പോഴും വൃത്തിയാക്കാൻ വേണ്ടി വൃത്തിയാക്കുക മാത്രമല്ല കുറച്ച് കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതായത് കുറച്ച് ശീലങ്ങളുണ്ട്. അതായത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം വൃത്തി തന്നെ. അതായത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ അപ്പം തന്നെ ടേബിൾ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ കടലാസൊന്നും അകത്തൊന്നും ഇടാതെ നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ശീലങ്ങളാണ്. ഒന്നാമത് പൊടിയും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ ഒരു വരാന്തയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സമയമെടുത്ത് ക്ലീൻ ആക്കുന്നത്. സന്ധ്യ ആകുന്നതിന് മുമ്പേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കാറുണ്ട് കേട്ടോ. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എത്ര ചെയ്താലും തീരാത്തൊരു പണിയാണ്. പക്ഷെ നമ്മൾ കുറച്ച് സമയം അതിന് മെനക്കെട്ടാൽ കുറച്ച് നേരം നമ്മുടെ വീട് വൃത്തിക്ക് കിടക്കും കേട്ടോ.
ഇത് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. രാവിലെയും വൈകുന്നേരമൊക്കെ ക്ലീൻ ചെയ്താൽ മാത്രമേ വീട് നല്ല വൃത്തിക്ക് കിടക്കുകയുള്ളൂ. വൈകുന്നേരം ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടാൽ രാവിലെ നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിനും ഒരു സന്തോഷമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം അലങ്കോലമായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്കും ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല. ദിവസം നല്ല പീസ്ഫുള്ളായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടും വൃത്തിയാക്കൽ അത്യാവശ്യമാണ്. പിന്നെ കിച്ചണൊക്കെ നമ്മൾ ക്ലീൻ ആക്കുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളൊന്നും ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൻ്റെ അടിയിൽ എടുത്തിട്ടാണ് നാളത്തേക്കുള്ളത്. വൈകുന്നേരം ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ നമ്മൾ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ. അത് പിറ്റേ ദിവസത്തെ പണി കുറച്ച് ഈസി ആക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ചൂടോടെ നമുക്ക് പെട്ടെന്ന് തീ കത്തിക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇപ്പം ഭക്ഷണം ഉണ്ടാക്കൽ കൂടുതലും ഈ ഒരു വിറകടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിറക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള വിറക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കിച്ചണും കൂടി ഒന്ന് വൃത്തിക്ക് തുടച്ചിടുകയാണ്. അത്യാവശ്യം ആറ്റിയാണ് കേട്ടോ തുടക്കുന്നത്. നനച്ച് തുടച്ചാൽ പിന്നെ ഉണങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടാൽ തന്നെ കുക്കിങ്ങൊക്കെ ചെയ്യാനും ഒരു ഉന്മേഷവും ഉഷാറൊക്കെ ആയിരിക്കും. വീട് വൃത്തിയായിരിക്കാൻ ഞാൻ എപ്പോഴും ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഡെയിലി നമ്മുടെ വീടും പരിസരവും ക്ലീനാക്കി ഇടുക. പിന്നെ അന്നന്ന് മടക്കി വെക്കേണ്ട തുണികളൊക്കെ അന്നന്ന് തന്നെ മടക്കി വെക്കുക. പിന്നെ കിച്ചണും വരാന്തയൊക്കെ എപ്പോഴും ക്ലീനാക്കി വെക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ രണ്ടുപേരും കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മഴക്കാലത്ത് മടിയൊക്കെ മാറ്റി വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുക. പല രോഗങ്ങൾ വരെ ഈ ഒരു മഴക്കാലത്താണ് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.